കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ തുടരും. SIR നീട്ടിവെക്കണമെന്ന കേരളത്തിന്റെ ഹർജിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് സത്യവാങ്മൂലം നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. അടുത്ത മാസം 2-ന് ഹർജികൾ വീണ്ടും പരിഗണിക്കും. കേരളത്തിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരായ ഹർജികളിൽ ഇന്നും വിശദമായ വാദം നടന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് സാഹചര്യവും BLOമാരുടെ സമ്മർദ്ദവും ഹർജിക്കാർ കോടതിയെ അറിയിച്ചു. സംസ്ഥാനത്തെ SIR പ്രക്രിയയിൽ തടസ്സം നേരിടുന്നില്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ പറഞ്ഞു. കേരളത്തിന്റെ പ്രശ്നം വ്യത്യസ്തമാണെന്നും SIR നീട്ടിവെക്കണമെന്നത് മാത്രമാണ് ആവശ്യമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞു. ഹർജികളിൽ കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് തിങ്കളാഴ്ചയ്ക്കകം സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു. എന്യൂമറേഷൻ ഫോം കൊടുക്കുവാനും അതേപോലെ തന്നെ എന്യൂമറേഷൻ ഫോം തിരിച്ചു മേടിക്കുവാനും ഇത് ഡിജിറ്റലൈസ് ചെയ്യാനുള്ള സമയപരിധി എന്ന് പറയുന്നത് അപ്രാപ്യമാണ്, അസംഭവ്യമാണ് എന്നുള്ളത് ഓഫീസർമാർ തന്നെ പറയുന്ന ഒരു അവസ്ഥയിൽ എന്തുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് കുറച്ചും കൂടി സമയം നീട്ടിക്കൊടുത്തുകൂടാ, പ്രത്യേകിച്ച് കേരളത്തിലെ സാഹചര്യം എന്ന് പറയുന്നത്. ഹർജികളിലെ ആവശ്യത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് നിർണായകമാകും. SIRന്റെ ഭാഗമായി 90% ഫോമുകളും വിതരണം ചെയ്തു എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ വ്യക്തമാക്കിയത്. കേരളത്തിന് പുറമെ ബംഗാൾ, തമിഴ്നാട് SIRനെതിരായ ഹർജികളിലും സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി തേടിയിട്ടുണ്ട്. അച്യുതൻ, 24, ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.